രമണി, അവൾ നിന്നെ പറ്റി തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ അവൾ എന്നെ കാണുമ്പോ വാടച്ച് മിണ്ടായിരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇടി, എനിക്ക് തോന്നുന്നു നീ സുധേരടുത്ത കലമോട്ടിച്ചില്ലേ, അതായിരിക്കും പറഞ്ഞു. നീ ഫോൺ എടാ വീരാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് എവിടെ, ഗ്രൂപ്പ് എവിടെ? തൊട്ടിക്കുഴി പഞ്ചായത്തിലെ 9ാം വാർഡിലുള്ള എല്ലാ നല്ലവരായ അംഗങ്ങളും അറിയുവാനായി CID സുഷമ്മ. പേടിയ സംഘമായ ജലജയുടെ ഭർത്താവ് മനോഹരൻ തോതിൽ വൈകിട്ട് വളത്തിൽ കഞ്ചാവ് നട്ട് വളർത്തുന്ന കാര്യം നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണ്ണ. നമ്മെന്നില്ല, അറിയിക്കണമെന്നില്ല. അദ്ദേഹം കാലത്തെ തന്നെ ചേമ്പും ചേനയും കിഴങ്ങും എങ്ങനെ ഒത്തു നട്ട് വിളവെടുക്കാമെന്നുള്ള പരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഇത്തവണത്തെ കർഷകശ്രീ അവാർഡ് മനോഹരന് തന്നെ കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ശുഭദിനം. ഹലോ നോണച്ചിയല്ലേ, CID സുഷമേരെ പല്ലെറിഞ്ഞാൻ പോയെന്ന് മനോഹരൻ. അപ്പൊ ശരി മനോഹരൻ, ഞാൻ ഫോൺ തരട്ടാ. ഫോണൊക്കെ തരും, ഇനി വേറെ കാര്യങ്ങളുണ്ട്. ശരി ചക്കിന് വേഗം പാടി, നമ്മളെ ക്ലാസ് പോട്ടാ. നിങ്ങൾ കണ്ടായിരുന്ന 7ാം ക്ലാസ്സിൽ ആ 2 വർഷം തോറ്റിരിക്കുന്ന ചാട്ടയില്ലേ, ആ വലിയ? ഓ, മറ്റേ എല്ലാരും അടിക്കണ ചാട്ട. കണ്ണൊക്കെ ചുമന്നിരിക്കണ ആ ചാട്ടനെ ആ വലിയ മരത്തിന്റെ അപ്പുറത്ത് നിന്ന് ബീഡി വലിക്കണേ. വാ, ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. എനിക്ക് വാമക്ക് ദാസപ്രധാനം എടുത്ത് പറഞ്ഞു കൊടുക്കാം. ഇന്നലെ ആ ചാട്ട എന്നെ പേടിപ്പിച്ചോളൂ, നല്ലത് കിട്ടട്ടു. ചക്കി നീയല്ലേ കണ്ട, നീ മുമ്പേ തന്നെ. എന്ത് ചക്കി സാറേ? ചക്കി പാത്രം കഴുകിട്ട് വന്നപ്പോഴേ അവിടുത്തെ മരത്തിന്റെ മൂട്ടിൽ ആടി പഠിക്കണ ഒരു ചാട്ടനെ ചീർത്തി വലിയാണ്. അത്രയ്ക്കാവൻ ചക്കി നാളെ കാണീതി. ഇന്ന് ഒരു പൂവും വരുന്നില്ല, എനിക്ക് ഒരു തുള്ളി താൻ പോലും കിട്ടിയില്ല. ഈ പോലും നിറച്ച് താനുണ്ട്. ഇന്ന് എനിക്കാണ് നിറച്ച് താൻ കിട്ടിയത്. ഞാൻ ഇത്രയും താൻ ശേഖരിച്ചു. ചക്കിന്റെ വീട്ടിലോട്ട് പോണ വഴിയില്ലേ ഒരു തേനിക്ക് നമുക്ക് നമുക്ക് കല്ലെടുത്തോണ്ടി. നമുക്ക് കുറെ കല്ല നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കാട്ടായി പോണ അമ്പലപ്പറമ്പിന്റെ അപ്പുറത്തെ ഓടിന്റെ വീട്ടിൽ വാടക താമസിക്കുന്ന മൃഗ ഡോക്ടർ വൈകുണ്ഠേഷൻ. ഉദ്ദേശിച്ച സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നിങ്ങളുടെ ഹൃദയ സംബന്ധമായ സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഡോക്ടറിനോട് ചോദിക്കുന്നതിനായി 1 2 3 4 5 6 8 9 10 എന്നീ നമ്പറിലേക്ക് വിളിക്കുക. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ നിങ്ങൾ മെനക്കെടണ്ട. പക്ഷേ വെറും കുണ്ടേഷൻ അല്ല, വൈകുണ്ഠേഷൻ കേട്ടാ. ഡോക്ടർ, ഈ പയ്യെന്ന് പറയുമ്പോ അച്ഛൻ എന്നാണ്? അതെ, നമ്മുടെ ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് ഓടനാവട്ടത്തിൽ ഓമനക്കുട്ടനാണ്. ഫോണെങ്കിൽ ഡോക്ടറിനെ കൊടുത്താണ്. ചോദിച്ചോളൂ ഓമനക്കുട്ട. ഡോക്ടറെ, ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ചെവിവേദനയായിരുന്നു. ഈ ചെവിവേദന എന്ന് പറയുമ്പോ പിന്നെ ഓമനക്കുട്ട ഒത്തിരി പുല ആട്ടുപുളുക്ക് എടുത്ത് എണ്ണ കാച്ച് നിന്റെ ചെവിയിൽ ഒഴിച്ചാൽ മതി. പിന്നെ നേരെ വെളുക്കുമ്പോ എനിക്ക് ചെവി വേദന പമ്പ കടക്കും. ഇതിനൊക്കെയാണോ ഡോക്ടറെ വിളിക്കണത്? പിന്നെ ഡോക്ടറെ, ഈ രാവിലെ ഉറക്കം എനിക്ക് എന്റെ അടിവയറ് നല്ല വേദനയാണ്. ഈ വേദനയെന്ന് പറഞ്ഞാൽ ഈ അടിവയറിന് ഏത് ഭാഗത്തായിട്ട്? ഓമനക്കുട്ട, നീ ഒത്തിരി മനസ്സറിഞ്ഞ് കക്കൂസ് പോകേണ്ട പ്രശ്നമേ നിനക്കുള്ളൂ. എന്നിട്ട് എന്തിനാണ് ഓമൻ
അന്നൊക്കെ എന്തിനാണ് ഓമനക്കുട്ടാ നമ്മളെ വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുത്തുന്നത്? ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലല്ലേ, മനുഷ്യനെ വിളിച്ചെടുത്ത് ഇങ്ങനെ വള വള സംസാരിക്കണം. എന്റെ അറിവ് ഞാൻ ഇവിടെ കാണിക്കും. ക്യാമറ ഓഫാണ്, ആവശ്യം പോലെ പറഞ്ഞു. എന്നാ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞേര്. പക്ഷേ അവൻ നേരത്തെ എന്നെ അടിച്ചപ്പോഴേ ഒരടി അതുകൂടവേ അച്ഛ. എന്നാ നീ താങ്ങ അവനോട്. നേരത്തെ നീ അവനെ അടിച്ചപ്പോ ഒരടി അധികം അടിച്ച അതാ അവൻ തരാൻ പറഞ്ഞേണ്. എങ്കിൽ പിന്നെ നേരത്തെ അവൻ എന്നെ തള്ളിയതാ. ഇത് നീ അങ്ങ് തിരിച്ചോടാ അവന്. നീ നേരത്തെ അവനെ തള്ളിയ തള്ള തിരിച്ചു തരാൻ പറഞ്ഞവൻ. എന്നാലേ ഞാൻ അവനെ തള്ളിയപ്പോ അവന്റെ എന്റെ കാലിൽ ചവിട്ടി. ഇത് ഞാൻ അവന് തിരിച്ചോടും. ഈ ചവിട്ടെ എനിക്ക് വേണ്ട, നീ അവനെ എന്നെ തിരിച്ചോടുത്തേ. നിന്റെ കാരണമാണ് എനിക്കിപ്പോ. നീ അപ്പൊ അവന്റെ കൂടെ എന്നെ ഇടിക്കണല്ലേ? ഞാൻ എന്നെ അയ്യോ ചക്കി ദാസപസാറിനടുത്ത് പറയണ്ട, നമ്മൾ മിണ്ടും. നിന്റെ മട്ടൻ അങ്ങോട്ട് പിടിച്ചിട്ട് നിന്റെ മുടി എടുക്കട. നീ നല്ലോണം മട്ടൻ സൂക്ഷിച്ചു. നിന്നെ നിൽക്കാൻ നേരെ പിടിച്ചു. നിങ്ങൾ അത്രക്കായ കളവി. എന്റെ മാമിയുടെ ഭർത്താവിന്റെ അനിയന്റെ ചേച്ചിയുടെ നാത്തൂന്റെ കുഞ്ഞമ്മേരെ മോന്റെ മോളെ കൂട്ടുകാരന്റെ വീടിന്റെ അപ്പുറത്തുള്ള കുഞ്ഞമ്മേരെ മോളെ വീട്ടിലുള്ള കൊച്ചിന്റെ കൂട്ടുകാരിന്റെ കല്യാണത്തിന് ഈ വീട് വിറ്റ് പൈസ തരണമെന്ന് പറഞ്ഞാണ് കളവി നിങ്ങൾ എന്നെ വെളിയിലാക്കി കഥ ചേക്കണം. നീ മുമ്പൊരു കല്യാണത്തിൽ പോയാണ് എന്റെ കൊച്ചിനെ കിഡ്നിക്കള്ളാന്ന് വിളിക്കണേ. അവളെ മാമന്റെ കൊച്ചപ്പന്റെ മോളെ ഒരു കല്യാണം അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന്. ഇനി നീ എന്റെ അടച്ച രാത്രി അനുഭവല്ലേ? ആരെന്നെ കിഡ്നിക്കളൻ? നിങ്ങളെ ഭർത്താവ് എന്റെ പാവ അമ്മാവൻ പനി പിടിച്ച് ആശുപത്രിയിൽ 2 കിഡ്നിയുടെ വെയിറ്റ് കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി ഒരെണ്ണം ഞാൻ ഊരിയെടുത്താൽ നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ പറയണം. അതിലെന്ത്? പിന്നെ ഒരടി ഓല എടുത്തു വെച്ച് നടന്നിട്ടില്ലല്ലോ. നടന്നില്ലെങ്കിൽ എന്ത് 10 കൊല്ലം ഒരേ ഇടയ്ക്ക് കിടന്നില്ലേ ആ മനുഷ്യൻ? എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ കിഡ്നിയും ഇല്ല, വിൽക്കാൻ കിടക്കാറോ ഇല്ല. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. എല്ലാരും ഈ ബോർഡിൽ എഴുതിയേക്കണ വായിച്ചാണ്. ആണ്ടേ എല്ലാരും വായിച്ചാണ്. പാറക്കല്ല് പാറു. പറഞ്ഞു കൊടുക്കോടാ നീ. എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കുണ്ടല്ലോ ചീവിട് ചക്കി. ചീവിട് ചക്കി നിനക്ക് ദാസപ്സാറിന്റെ പേരല്ലേ ചീവിടന്ന്. ചീവിട് ചക്കി നിനക്ക് പക്ഷെ ചീവിടം എന്നുള്ള പേര് ചേരും കേട്ടാ. ദാസപ്പസാർ വിചാരിച്ചിട്ടുണ്ട് നിന്റെ ഇൻഷന് ചീവിടെന്നാണ്. ചീവിട് ചക്കി. കുട്ടമണി എന്ന് വിളിച്ചല്ലേ? ഞാൻ പോയി സരസമ്മ ടീച്ചറിനടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് അരി മേടിച്ചേര്. ചീവിട് ചക്കി പറയോടി ഞാൻ. ഞാൻ വരണം, നമുക്ക് സരസം പഠിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം. തടിയുണ്ടോ എന്നെ തടിയൊന്നും വിളിച്ചില്ലേ? ഞാൻ നിങ്ങളും എന്നെ കളിയാക്കില്ലേ? നീ വിളിച്ച് ചക്കിയെ കളിയാക്കി. അവളും എന്നെ വിളിച്ചല്ലോ. നീ കാരണമാണ് അമ്മ കടിയിട്ട്. നമ്മളവിടെ കളിച്ചോണ്ടിരുന്നേണ്. ഞാൻ ഇനി ആരും മിണ്ടൂല. എല്ലാരും ഇടം കെട്ട പേര് വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരൻ. ഞാനും മിണ്ടൂല നിങ്ങളടുത്ത്. നീ ചക്കി നമുക്ക് സോം പേപ്പർ കളിക്കാം. സ്കൂൾ ഇപ്പൊ തുടങ്ങിങ്ങനെ വന്നതല്ലോ. അതിലേക്ക് ബഹളം തുടങ്ങി പിള്ളേര്. നീ അല്ലടാ ബുക്കും കൊണ്ട് ഓടിയത്. നീ ഇവിടെ സ്കൂളിൽ വരുന്നത് പഠിക്കാനാ പാട്ട് പാടാനാ? നിന്റെ പാട്ട് കൊടുത്തോണ്ടാ നീ ഇവിടെ വാനം പാടിയാ? നീ കടിയത് ഈ പാട്ട് പാട്ട് ഏടിയാണെന്ന് നിന്റെ താരടി ഇരിക്കാൻ പറഞ്ഞത്. നിന്റെ സൗണ്ടാണ് ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്നപ്പോ കേട്ടത്. ഓ അവളെ പാറുവിന്റെ പാട്ട് നോക്ക്. ആമ്പിള്ളേരെ കണക്ക് ക്ലാസ്സിൽ കിടന്ന് ഓടിയിരിക്കുന്നു. ഓടോ ഓടോ. എല്ലാരും ബുക്കുകളെട്. നിങ്ങളുടെ അവധിക്കാല വിശേഷം എഴുത്. നീ സ്കൂൾ അടച്ചപ്പോ എവിടെയെങ്കിലും പോയാടി? ഇല്ല, ഞാൻ ഇവിടെ പോയില്ല. നീ പോയാടി? ഇല്ല, നമുക്കിനിപ്പോ കള്ള എഴുതിയേക്കാം. ചെറുക്കാൻ ബെല്ലടിക്കും. എടി ചക്കി, നീയല്ലേ ഇന്നലെ പറഞ്ഞ ഉച്ചക്ക് കഞ്ഞി പിടിക്കാൻ അച്ചാറുണ്ട് തരാന്ന്. നമുക്ക് കടയിൽ കയറി അച്ചാർ വാങ്ങിക്കാം. ഞാൻ പൈസ കൊണ്ടുവന്നു.
അയ്യോ നിന്റെ അമ്മ പൈസയൊക്കെ തരൂ. ഓ എന്റെ അമ്മ ആവശ്യം പോലെ തരും. എനിക്ക് കഞ്ഞി കുടിക്കാൻ അച്ചാറ് വേണം. അതിന് 1 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പഴേ കിണറ്റിൽ ചാടും. ആഹാ നീ അത്രക്കായ ചാടി കിണറ്റില്. ഞാൻ 10 വരെ നീ ചാടിയില്ലെങ്കിൽ ഇന്ന് നോക്കാം നിന്നെ ഞാൻ വലിച്ചെടുത്ത് കിണറ്റിനകത്ത് പാടി ഇവിടെ പാടി നിനക്ക് ചാറിനടി. അയ്യോ എന്താ നിങ്ങൾ എന്തിനാണെങ്കിലും എനിക്ക് നീന്തലെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ പോണാ? നീ അഴുക്ക വർത്താനം പറഞ്ഞ ചട്ടം പിടിച്ചിട്ട് ചന്തി ചെയ്യാൻ വെച്ചേരും. നീ പച്ച കഞ്ഞി കുടിച്ചാ ചേടി. നീ പോയാ നമുക്ക് 2 പേരും കൂടി അച്ചാറ്. ഓ 2 അച്ചാറ് നിനക്ക് വാങ്ങി എനിക്ക് നാരങ്ങ. വൈകിട്ട് നീ നിന്റെ അച്ഛനെ അമ്മനെ എല്ലാരെയും വിളിച്ച് എന്റെ വീട്ടിലോട്ട് വരണേ.